ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഗൈസ്, നമ്മളിപ്പോൾ കളനും മത്സ്യം കളിക്കാൻ പോവുകയാണ് കേട്ടോ. ഇത്രയും പേരാണ് കേട്ടോ ഉള്ളത് ഗൈസ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഓടുണ്ടാകുന്ന തോന്നുന്നു ഗൈസ്. നേവോ പേടിച്ചു, നേവേരെന്നറിയില്ല. ഫോൺ ഓഫായി പോയി അറിയാണ്ട് ഈ സാധനം അമർന്നു പോയി ഗൈസ്, ഈ സ്റ്റിക്കിൻ്റെ ഗൈസ്. അപ്പം നമ്മൾ ഇപ്പം അല്ലേ നമ്മൾ റെഡി പോകുന്നു കളിക്കേ അല്ല ആടുതല എണ്ണണ്ടേ വടി വിട്ടേ. എന്നാ എണ്ണ 100 പേര് എണിക്കോ. ഇവനും ടീം, ഞാൻ ഇവനും വട, ഇവനും ഒരു ടീമിൽ, അപ്പുറത്തെ ടീമിൽ, അപ്പുറത്തെ ടീമിൽ ഇവനില്ലേ, ഇവൻ അപ്പുറത്തെ ഇല്ല ഗൈസ്. ഗൈസ് വാ നമുക്ക് ഓടാം. നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം ഗൈസ്. ഗൈസ് എടുക്കുന്നതാണ്. നാളെയില്ല, നാളെയല്ല ഇന്നലെ ഒരു വ്ളോഗ് എടുക്കാൻ പറ്റേ. എന്നുവെച്ചാൽ നോ സ്ലീപ്പ് ചലഞ്ച് ഗൈസ്. അത് സെറ്റായിരിക്കേ. നീ അടിപൊളി. ആടില്ല അവിടെ പാമ്പല്ലോ. അവിടെ ഒപ്പേര് വിളിക്കാൻ പറ്റൂലേ ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്. ഓരോ സ്ഥലം കണ്ടോണ്ട് നമ്മൾ സ്ഥലം മാറ്റില്ല കേട്ടോ. ഇതിപ്പോഴും ഒളിക്കേനി. ഞാൻ ബൈക്കിൻ്റെ ഇടയിൽ വിളിച്ചോളൂ കേട്ടോ. കുഞ്ഞിത് പിടിച്ചാ എല്ലാം വേണ്ട, എല്ലാം പിടിക്കണ്ട. സ്റ്റാൻഡുണ്ട് കുഴപ്പമില്ല, സ്റ്റാൻഡുണ്ട്. കാണൂടാ ഞാൻ കയറി കേട്ടോ. ഞാൻ ആ ബൈക്കിൻ്റെ ഇടയിൽ ഇപ്പോൾ നോക്കുകയാണ് കേട്ടോ. ബൈക്കിൻ്റെ ഇടയാകുമ്പോൾ കുറച്ച് സേഫ് ആയിരിക്കും. ഇവിടെയാണ് കേട്ടോ ഞാൻ വിളിക്കാൻ പോകുന്നത്. ഇവിടെയാണ് ഇരുന്നാൽ മതി, വേറൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഇവിടെ ഇരിക്കുക, അത്രേ ഉള്ളൂ. ഗൈസ് ഇതെൻ്റെ മാമൻ്റെ ബൈക്കാട്ടോ, ഞാൻ ചാരി വെക്കുന്ന ഫോണ്. ഇതെൻ്റെ മാമൻ്റെ ബൈക്കിൻ്റെ പാർട്സ് കേട്ടോ. പഠിക്കണ്ട എൻ്റെ മാമൻ്റെ വേണ്ടെന്ന് സൈലൻ്റ് ആയിട്ടിരിക്കണം. അവരൊക്കെ എപ്പോൾ വേണ്ടിക്കും ഇങ്ങോട്ടേക്ക് വരാം. അത് ഗൈസ് എനിക്ക് 2 സാധനം പാസ്സുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ക്യാമറയില്ലേ, പിന്നെന്തിനാ എന്നെ എപ്പം പിടിച്ചു ഓടുന്ന മനുഷ്യൻ 3 സെക്കൻഡ് ഓടുകയായിരുന്നു. സൗണ്ട് ബാക്കിലും കേട്ടോ. സോൺ ആടിയും കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കും. ഓക്കെ ഗൈസ്, അങ്ങോട്ട് നോക്കി ഞാനറിയുന്നു. അവൻ്റെ തൊട്ട് മുന്നിൽ ഞാനാണ്. ഇനി എപ്പോൾ പൊക്കാനൊന്നും പറയാൻ പറ്റില്ല. എപ്പം വണ്ടിക്കും പൊക്കാം. ക്യാമറ
ഗൈസ് നോ സ്ലീപ്പിംഗ് ചലഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. കില്ലോടി നീ കളിയെ നോക്കിയത് വേറെ പണിയില്ല. എൻ്റെ ഇതാ കണ്ടു കാണുന്നു ബാറ്റെന്ന് വെച്ചാൽ പിന്നെ ബാറ്റ് അങ്ങോട്ട് വെച്ചാൽ വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ഇരുന്ന് പറയുന്ന പ്ലേസ് എന്താണ് ഒരു പ്രാവശ്യമില്ല ഞാനത് വിളിച്ചത് അവരിലൊക്കെ കൂളായിട്ട് നടന്നു പോയി. എന്നെ കണ്ടില്ലേ, ഞാനെല്ലാത്തിനും ബോസ് കൊടുത്തില്ല, എല്ലാം ഓടി എന്നെ കുറിച്ചത് മാത്രമേ ഉള്ളൂ. അത് വ്ളോഗ് എടുത്തിട്ട് അപ്പു 536 എന്നുള്ള ആ ചാനലിലിട്ടായിരുന്നു. അത് ആ ചാനൽ ഇപ്പം ഡിലീറ്റ് ആയിപ്പോയി, അതുകൊണ്ട് ഇല്ല പറ്റില്ല. പിന്നെ വേറെ ഒരു ചാനൽ ഉണ്ടായിരുന്നു അപ്പു B3, അതിൻ്റെ അകത്ത് നോക്കി അതിൻ്റെ അകത്തും പറ്റില്ല, പോയി. അപ്പം ഞാൻ ഇവിടെ ഈ ചാനലിൽ നടക്കാൻ വിചാരിച്ചു, അങ്ങനെ നടക്കുന്നു. നമ്മളൊരു നോക്കി കളിക്കുന്നത് നമ്മൾ ഐസൻ വാട്ടർ പാസ്സില്ല, പക്ഷേ ടീമാണെങ്കിൽ മാത്രമേ പാസ്സുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് കള്ളനും പൊളിച്ചും കളിക്കുക വ്ളോഗ് എടുക്കാമെന്ന്, അങ്ങനെ എടുക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും എടുക്കുന്നില്ല. ബാക്കിലുണ്ടെങ്കിൽ ക്യാമറ കാണും. നമ്മൾ ടീമേറ്റിൽ കൂടെ ഒറ്റയെടുത്ത് ഇതിനകത്തൊന്നും പറ്റിയിട്ടൊന്നുമില്ല, ഒന്നും ഞാൻ ആവശ്യമില്ല. ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചെടുത്ത് മതി, ബെൽ ബട്ടൺ അടിച്ചാൽ അങ്ങനെ കുറച്ച് കമൻറ്റിൽ കേട്ടോ. പക്ഷേങ്കിൽ വീഡിയോ അടിയും ചോദിച്ച് പിന്നെയും ഉണ്ട് പറഞ്ഞേക്കാം. ഈ റിയൽ എസ്റ്റേറ്റ് ടോക്സ് ആരാന്ന് എനിക്കറിയില്ല, കമൻറ്റിൽ പറഞ്ഞു. അവർ കുറേ വീഡിയോ അടിയാണ് യൂട്യൂബിലാണെങ്കിൽ youtube.com അല്ലെങ്കിൽ യൂട്യൂബ് അങ്ങനത്തെ വേണ്ടേ, അതെല്ലാം ഞാൻ വിളിച്ചു കുറേ കാര്യങ്ങൾക്ക് വിളിച്ചു ആക്കി അങ്ങനെ ഇറങ്ങി. ഇനി നിങ്ങളിലും പറയണം കേട്ടോ, ഏകദേശം ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കി തരാൻ പറ്റുമോ? പെട്ടെന്ന് തന്നെ മൈക്ക് പഠിക്കുക, അപ്പം ദൂരത്തിൽ തന്നെ സംസാരിക്കാം. ഇപ്പോൾ കറൻലി പറ്റുന്നില്ല, അതാണ് കുഴപ്പം. അതുകൊണ്ട് നോക്കിയാ എപ്പോഴും കെയർഫുള്ളായി ലോട്ടറിയൊക്കെ നടക്കും, ഞാൻ പേടിച്ചു. അപ്പൊ നമ്മൾ ഇവരെ തൊട്ടു, ഇനി ഞാൻ ഇവരെ തൊണ്ണോ നമ്മള് അടിച്ചേരി വാ, ഇനി നമ്മൾ കൂടോ ഇടോ ഇടോ ഇവിടെ 8 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്നെ നമ്മളെ പിടിച്ച്. ഇവർക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ഉണ്ട് കണ്ണം കാണിച്ചു കൊടുക്കരുത്. സ്റ്റിക്ക് ഉണ്ട്, എന്നാലും ഞാൻ ഈ സൈഡിലാണ് പിടിക്കും. നോക്കി ഇത് പൊട്ടനെ ആയതുകൊണ്ട് ഗൈസ്, ഞാൻ ബാക്കിൽ വെക്കുമ്പില്ലേ, നമ്മളിത് ഈ ക്ലബില്ലേ കണ്ടേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ട്, ആ ക്ലബിൻ്റെ ചേഴ്സി ഇവർ ബാക്ക് കൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി. പിന്നെയല്ലേ മനസ്സിലായേ പോലീസ് അതിനൊന്ന്, ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. അവർക്ക് ശരിക്കും പോലീസിൽ ജോലി കിട്ടി, അതാണ് അപ്പോൾ പറഞ്ഞത്. എടാ മോനെ, അവർ 7ാം ക്ലാസ്സിലാണ്, എന്നിട്ടല്ലേ ജോലി തന്നെ. ഓടി തരം പറയല്ലോ കേട്ടോ.
ഗൈസ് നോക്ക് ഗൈസ് വ്യൂ നോക്ക് ഗൈസ് സ്റ്റിക്കിന്റെ വ്യൂ ഗൈസ് ഞാനിങ്ങനെ 2 ഫോട്ടോ എടുത്തു ഗൈസ്. ഇവിടെ ഒരു ചോട്ടയുണ്ട്, വീണാൽ നമ്മുടെ ആയിരിക്കും അറിയാം. നമ്മളെ കാര്യം പറയാം വീണ ഇതാ ഈനോട് ഇത് ശരിയാണോ അത് ഈന്നും പറയും. നമുക്കിവിടെ ഇരിക്കുക അത്രേ ഉള്ളൂ. എണ്ണല്ല നിന്നോടല്ല ഞാൻ പറയുന്നു എണ്ണല്ലാന്ന്. എണ്ണണ്ട ആവശ്യമില്ല അവരാവട്ടെ അപ്പൊ തൽക്കാലം ഒരു ഈ കാറിന്റെ മുകളിലാണ് കേട്ടോ വെക്കാൻ പോകുന്നത് സ്റ്റാൻഡ്. എനിക്കില്ല ഇവിടെ ഒരു ചെറിയ എല്ലാം എടുത്തരാൻ പറ്റാ. കല്ലിനെ കൊണ്ട് വെക്കുന്നതാ ഈ ചോട്ടം നമ്മുടെ കൂടെ വേറെ ചോട്ടയുണ്ട്. ഇതില്ലേ ഞാൻ നേരത്തെ കാണിച്ച് ഈന്ന് വെച്ചാ അതിന്റെ അനിയനുണ്ട്. ഓനാണ് പറഞ്ഞു കൊടുത്ത നമ്മളെ. അത് വെറുതും ചോട്ടയാണ്. നമ്മുടെ എല്ലാരും പേരെ പറയും. അവരാണ് നമ്മുടെ കളിക്കാൻ കൂട്ടിയത്. അവര് കാരണമാണ് ഞാൻ വീണത്. അങ്ങനെയൊക്കെ പറയുന്ന ആളാണ് ഗൈസ് അവിടെ. കാണിച്ചോടേ അപ്പൊ കാണിച്ചോടേ കാണൂല ഗൈസ് നോക്കട്ടെ കാണുവേണ്ടി. ആ ചോട്ടനെ കണ്ടോ? ആ കറുത്ത ഷർട്ട് ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് നടക്കണമെന്നുണ്ടോ? അതാണ് കേട്ടോ ചോട്ട. കാണാനെല്ലാം പറ്റുന്നുണ്ടോ ഗൈസ്? എനിക്കൊരു ഐഡിയ. ഓനിങ്ങനെ വരുന്നുണ്ട് ഗൈസ്. നമുക്ക് പരതമ്പോ കണ്ണൻ വരുന്നുണ്ട്. വാ ഗൈസ് ഓനെ കണ്ണെന്ന് വിളിക്കാം. നമ്മളൊന്നും പരതമ്പോ ഞാനത് കണ്ടുപിടിക്കാൻ വന്നേ. അവിടെ ഞാൻ കണ്ടുപിടിക്കാൻ പറ്റാടാ. നീ പോ ഗൈസ്. ഓന് മുമ്പിൽ പോയി. ആ ചോട്ടയില്ല ഓനെ പറ്റിച്ച് ഓനോടി കരഞ്ഞു വിട്ട് വീട്ടിൽ പോയാ. ഇവന് മുമ്പിൽ പോയി. എന്നാ ഇവൻ അക്കാര്യം പറഞ്ഞത് ക്യാമറ സ്റ്റക്കാനോ. ഹൈറ്റ് ഗൈസ് ഇവൻ എവിടെയായിരിക്കും? എനിക്ക് സ്ഥലം കിട്ടി. അവിടെ അമ്പാടീൻ്റെ തിറ നീ ഇപ്പുറത്തെ പൊടി ഞാൻ ഇപ്പുറത്തെ കൂടി തിര അമ്പാടി അപ്പുറത്തെ കൂടി പോ. അമ്പാടീൻ്റെ തറേനെടുക്കാം. ആ ഗൈസ് നമ്മളെ നാട്ടിലെ ഓരോ ഭാഷയുണ്ട്. ആ ഭാഷയിലും പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഒരു ചൈനീസ് ഭാഷ പോലത്തെ ഒരു മലയാളം ഭാഷയുണ്ട്. ആ ഭാഷ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആ ഭാഷയിലങ്ങ് പറഞ്ഞു കൊടുത്തു. ആടെയുണ്ട് ഇതില്ലേ ഒരു കർട്ടൻ പോലെ വെച്ചില്ലേ, മറ്റേ പ്ലാസ്റ്റിക്കിനൊരു റാപ്പർ പോലെ ഇൻവിസിബിൾ ആയിട്ടില്ല. ആ സാധനത്തിൽ ആരും ഇങ്ങനെ കുത്തി അത് പിന്നെ കുത്തിയില്ലേ. അല്ല കർട്ടനോട് ഉള്ളിൽ കയറ്റി മുകളിൽ റൂഫ് വെച്ചില്ലേ. ആ പാക്കിൽ കൂടി എടാ ബാക്കിലാ ശരിക്കൂറാ. എങ്ങനെയാ ബ്ലോക്ക് ആണ് എടുക്കണ്ട? എടാ അവർക്ക് ഈ മതിലുള്ളിൽ കയറൂലേ? ബാ ഇപ്പം നോക്കി എനിക്ക് വീട്ടിൻ്റെ ഭാഗത്തേ പോകാൻ മടിയാ. അന്നില്ലേ ഇതാ ആ ഒരു കാട് വന്നിട്ടുണ്ട് ആ സൈഡിലെ. അത് കൊടുത്ത് ആ കാടില്ലേ ഇങ്ങനെ ആ കാടില്ലേ ആ കാടിൽ എന്തോ ജീവിയാണെന്നുണ്ടേ. അതുകൊണ്ടാണ് എനിക്ക് പോകാൻ തന്നെ. അവിടെ പോയത് ഒരു ജീവി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തെത്തിയാലും അതല്ലേ ജീവി എന്തോ ഒരു മനുഷ്യനെ പോലെ തന്നെ നടന്ന് അപ്പാടെ ഒരു മൃഗത്തിനെ പോലെ.
ആ വ്ളോഗ് സബ്സ്ക്രൈബ്. ഷോന എന്റെ കൂടെ ഇല്ലാന്ന് പറഞ്ഞ ഇല്ല, നീയും പൊന്നും തന്നെ അറിഞ്ഞില്ലാന്ന്. രണ്ടെണ്ണത്തിന് അപ്പോൾ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ ഉണ്ടാവും. ബൈ.